അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. AICC നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. മുതിർന്ന നേതാക്കളായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ നേരിൽ കണ്ട് അഭിപ്രായം തേടും. അതാണ് അതിന്റെ നടപടിക്രമം. നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും ചേരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ AICC-യുടെ നിരീക്ഷക സംഘം കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ 63 MLA-മാർ അവരെ ഓരോരുത്തരെയായി ഈ സംഘം കാണും. അവർക്കൊപ്പം ദിവാദാസ് മുൻഷിയും ഉണ്ടാകും. എന്നിട്ട് ഓരോരുത്തരോട് സംസാരിക്കുന്നു, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുന്നു. അതിനുശേഷം പിന്നീട് എന്താണ് നടപടിക്രമങ്ങൾ? മുതിർന്ന നേതാക്കളെ കാണുമോ, അതേപോലെ MP-മാരുമായി സംസാരിക്കുമോ? എപ്പോഴായിരിക്കും മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയുക? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗമാണ് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ആദ്യ നടപടി. അത് സംബന്ധിച്ച ചർച്ചയുടെ ആദ്യ നടപടി. ആ ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. AICC ഹൈക്കമാൻഡ് നിയമസഭാ കക്ഷി യോഗവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി 2 നിരീക്ഷകരെ ഇന്നലെ രാത്രി നിയോഗിച്ചിരിക്കുന്നു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് ഈ 2 നിരീക്ഷകർ. അവർ ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. നാളെയാണ് നിയമസഭാ കക്ഷി യോഗം. ജയിച്ച 63 കോൺഗ്രസ് MLA-മാരോടും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. എല്ലാ MLA-മാരും നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാകും. പലരും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തും. അപ്പോൾ നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗമാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ആദ്യ കടമ്പ. കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം ലഭിക്കുന്നവർക്ക് ഒരു പ്രഥമ പരിഗണന ലഭിക്കാൻ പോകുന്നത്. കാരണം MLA-മാരിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നു എന്നത് CLP യോഗമാണ്. CLP യോഗത്തിന്റെ ജനാധിപത്യപരമായ അവകാശമാണ് തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ആ നേതാവായിരിക്കും മുഖ്യമന്ത്രിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ വാക്ക്. ഈ MLA-മാർ ഭൂരിപക്ഷം തീരുമാനിച്ചാൽ തന്നെ മുഖ്യമന്ത്രി ആയിക്കൊള്ളണം എന്നില്ല. കാരണം മറ്റു പരിഗണനകളുമുണ്ട്. അത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണോ? പുതിയ കാലത്തെ രാഷ്ട്രീയ രീതികളോട് പൊരുത്തപ്പെട്ട് അത്തരത്തിലൊരു നേതൃപാഠവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളാണോ? മറ്റ് പരിഗണനകളെല്ലാം നോക്കിയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം ഒരു നിർണായക കടമയാണ്. ആദ്യ കടമ എന്ന നിലയ്ക്കാണ് ഈ CLP യോഗത്തെ കാണേണ്ടത്. CLP യോഗത്തിൽ പങ്കെടുക്കുന്ന 63 MLA-മാരിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് VD സതീശനാണോ, KC വേണുഗോപാലിനാണോ, അതോ രമേശ് ചെന്നിത്തലയ്ക്കാണോ എന്നാണ് അറിയേണ്ടത്. നിരീക്ഷകരായി വരുന്ന മുകുൾ വാസ്നിക്ക് രമേശ് ചെന്നിത്തലയുമായി ഏറെ അടുപ്പമുള്ള ആളാണ്. യൂത്ത് കോൺഗ്രസ് തലം മുതൽ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ച നേതാവാണ്. അജയ് മാക്കൻ ഡൽഹിയിൽ നിന്നുള്ള നേതാവുമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ നിരീക്ഷകരായി വരുന്ന നേതാക്കൾക്കടക്കം കേരളത്തിലെ സ്ഥിതികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടായിരിക്കും തങ്ങളുടെ അവരുടെ പിന്തുണ ആർക്കാണെന്ന് അറിയുക. പിന്നീട് പൊതുവായിട്ടും ഈ നിയമസഭാ കക്ഷി യോഗം ചേരും. അങ്ങനെ നാളെയാണ് ആ നിർണായകമായ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. 10-ന് ശേഷം സത്യപ്രതിജ്ഞ നടക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഫലം വന്നിട്ട് മിനിങ്ങാന്ന് മാത്രമാണ് ഫലം വന്നത്. അത്രയധികം വൈകിട്ടൊന്നുമില്ല. സാധാരണ കോൺഗ്രസിലെ ചർച്ചകൾ നീളും, CPIM-ലെ ചർച്ചകൾ നീണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2021 മെയ് 2-ന് ഫലം വന്ന ശേഷം സത്യപ്രതിജ്ഞ നടന്നത് മെയ് 20-നാണ്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും AICC-യുടെ നിരീക്ഷക സംഘം കേരളത്തിലെത്തുന്നു. എല്ലാ MLA-മാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്നു. 1960-ന് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസിന് 63 MLA-മാരെ കിട്ടുന്നത്. ഈ 63 MLA-മാരോടും തലസ്ഥാനത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഓരോരുത്തരെയായി കണ്ട് അവരുടെ ഇഷ്ടങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ നിരീക്ഷക സംഘം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അതെ, ഇനിയിപ്പോ അവരെ കണ്ട് തീരുമാനമായില്ലെങ്കിൽ ചിലപ്പോ ഘടകകക്ഷികളെ കാണും, അവരുമായി സംസാരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.